Filma presents Fira Food Celebrity Kitchen Magic Season 3, powered by Amruthaveni, K. Safi, Bima Jewels, Pankaja Kasturi, Ortho Herbs, and Kerala Bank. അപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾ സ്നേഹം നല്ല നല്ല മെസ്സേജസുകളൊക്കെ വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തെങ്കിലും അനുഭവങ്ങൾ നെഗറ്റീവും വരും ഞങ്ങക്ക്. അത് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. പഠിക്കായിരുന്നില്ല എന്നൊക്കെ ചോദിക്കും. അല്ല അത് കുറച്ച് ശരിയാണല്ലേ, തോന്നി അങ്ങനെ? ഞങ്ങക്ക് തോന്നിയില്ല, ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. പഠിച്ചൂടെ ചോദിച്ചത്? ആ അതെ, ഞങ്ങൾ പിന്നെ അവർക്ക് മാറിക്കൂടല്ലേ, മാറി ചിന്തിച്ചൂടെ? അവർക്ക് മാറി ചിന്തിച്ചാല് ആർക്കാ? നാട്ടുകാർക്ക്. എന്നാലും നിങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ശരിയാ, അവരാ തെറ്റ്. എന്താ? അല്ല, കൈരളി അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. കൈരളിക്ക് അങ്ങനെ തീരുമാനിച്ചൂടെ? ഇല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. വിന്യാസാക്കാനാണോ എന്താ പറഞ്ഞത്? അതല്ല, വിറ്റ്നസ് എന്നല്ല, ഈ മാറി ചിന്തിക്കാൻ പറഞ്ഞപ്പോഴേ വേണ്ടെന്നേ. എങ്ങനെയുണ്ട് ദീപൻ? എങ്ങനെയുണ്ട് ലൊക്കേഷനിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ? നല്ല അഭിപ്രായമാണ്. പിന്നെ രണ്ടാമത് വേമന ചേച്ചി വിളിച്ചിട്ട് ഓരോന്ന് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചേച്ചി അതായത് ചേച്ചിയുടെ കസിൻസ് ഒക്കെ വിളിച്ച് പറയാറുണ്ട്. ഒരുപാട് പേര് വിളിച്ചിട്ട് നമ്മൾ ഇത് കണ്ടിട്ട് ഓരോ എപ്പിസോഡ്സിലും നമ്മൾ ചെയ്യുന്ന ഓരോന്നും കണ്ടിട്ട് അതിൻ്റെ നല്ല വശവും എന്തെങ്കിലും നമ്മൾ ഇനി ശ്രദ്ധിക്കാനുള്ളതും എല്ലാം ഫീഡ്ബാക്സും കിട്ടുന്നുണ്ട്. നമ്മുടെ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നോർമലി ഒരു കിച്ചൺ എന്ന് പറയുമ്പോൾ പാചകത്തിന്റെ പരിപാടി പാചകം മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. നമ്മളുടെ എല്ലാം മറന്നിട്ട് തമാശകൾ പറയാറുണ്ട്, ജീവിത അനുഭവങ്ങൾ പറയാറുണ്ട്, അല്ലേ, പരസ്പരം പങ്കുവെക്കാറുണ്ട്, ചിലപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കലഹങ്ങൾ ഒക്കെ നമ്മൾ ഉണ്ടാവാറുണ്ട്. ഒരു കുടുംബം പോലെയാണ്. അതെ, എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കമന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കൃഷിയേട്ടനും ദിവ്യ, വീണ ചേച്ചി, നമ്മളൊക്കെ മറ്റേ കൊച്ചിലത്തെ പിള്ളേരെ പോലെ ആയിപ്പോയിരുന്നു. ചില എപ്പിസോഡ്സിലൊക്കെ നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലെ, അവരെക്കാളും ഇവിടുത്തെ ഏറ്റവും കുഞ്ഞു പിള്ളേർ നമ്മളായതുപോലെയാണ്. മാറാൻ കഴിവുള്ളവരാണ് നമ്മൾ കലാകാരന്മാർ, അല്ലേ? എപ്പോഴും നമ്മൾ എവിടെയാണോ നമ്മൾ അങ്ങനെ കഴിയുന്നവരാണല്ലേ. നമ്മുടെ ഒരു കഥാപാത്രം പറയുമ്പോൾ നമ്മളിപ്പോൾ റൂഡായിട്ടൊരു ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ അപ്പോഴത്തേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഇറക്കം മാറും. നമ്മൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളാണ് നമ്മൾ അപ്പോഴത്തേന് അതിന് വേണ്ടുന്ന ഒരു. അപ്പം വളരെ എന്താ പറയുക, നമ്മളിവിടെ എപ്പോഴും ഇങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ കലാകാരന്മാർ. ഉറപ്പായിട്ടും കൗതുകമുള്ള ഒരു കുട്ടി നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ കുട്ടിത്തത്തിനുള്ള സമയം കിട്ടി നമ്മളെല്ലാം ചാടി ഇറങ്ങുകയാണ്, അല്ലേ? അപ്പൊ അതും നമ്മുടെ എനിക്കൊന്നും നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഓരോ ദിവസം കഴിയുന്നവർ നമ്മളും പ്രായം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന് തോന്നുന്നു, മനസ്സുകൊണ്ടും ഈ പറഞ്ഞ പോലെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3യുടെ ജൈത്രയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ ഇന്ന് മാപ്പ് വേണ്ടേ? ഗെയിം വേണ്ടേ? പിന്നെ എന്നാ പിന്നെ ആരവിടെ പ്രോപ്പർട്ടി കൊണ്ടുവരൂ. അപ്പൊ ഗെയിം അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. പ്രോപ്പർട്ടീസ് എത്തി. എന്ത് തോന്നുന്നു? ഇത് നല്ല കിടുക്കൻ ഗെയിം ആയിരിക്കും. ഇത് ഭയങ്കര ടഫായിട്ടുള്ള ഗെയിം. ഏതാ? 1 കിലോ അത് കാണുമ്പോൾ അറിയാം, ഭയങ്കര ടഫായിട്ടുള്ള ഒരു ഗെയിം. അല്ല, പുള്ളി തോക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് വെറുതെ? എടാ, നീ കൂടുതൽ സംസാരിക്കല്ലേ. അതെന്താ? അല്ല, എന്തെങ്കിലും പറയുമ്പോ എപ്പോ നോക്കിയാലും ഈ പുള്ളി നമ്മളെ ജയവും തോൽവിയൊക്കെ ഒരു ഗെയിമിന്റെ. അല്ല, അങ്ങനെ ഞാനൊരു വലിയൊരു ഉപകാരം ചെയ്ത അനീഷേട്ടാ, ചോദിച്ചു നോക്ക്. എന്റെ ബെൽറ്റാണ് ഇവനിപ്പോ ഇട്ടേക്കണത്. എന്റെ ബെൽറ്റാണ് കൊടുത്തിട്ട് കാണാൻ. രാവിലെ ജീൻസ് ഊരിപ്പോണെന്ന് പറഞ്ഞിട്ട് ബെൽറ്റ് കാര്യം അത് മോശമായി പോയാ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം നമ്മള് വളരെ പേഴ്സണലായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അതിനെ എതിർക്കരുത്. അത് മോശമല്ലേ? ഞാനൊരു ഉപകാരം ചെയ്യണല്ലോ വിഷ്ണുവിന്, അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യണം. ആ ബെൽറ്റ് ഊരിക്കോ, ആ ബെൽറ്റ് ഊരിക്കോ. അവിടെ നവീനോട് ഇരിക്കൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. തന്നത് കണക്ക് പറയണത്. ഞാൻ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബെൽറ്റ് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. പറയുമ്പോ നമ്മൾ വിചാരിക്കും ഇത് വല്ല ഗുച്ചിയുടെയോ ലൂയി വിട്ടോണ്ട ബെൽറ്റാന്നൊക്കെ വിചാരിക്കട്ടെ. ജെട്ടിയുടെ അലാസ്റ്റിക് കൊടുത്തൊരു ബെൽറ്റാണ് ഇത് മറ്റേ ചന്ദ്രലേഖയിൽ കൊല പഠിപ്പിക്കാൻ എനിക്ക് വേണ്ട. ഞാൻ ഈ ബെൽറ്റ് ബഹിഷ്കരിക്കുന്നു. 20 രൂപ മേടിച്ചു. ഇയാളുടെ ബെൽറ്റ് എനിക്ക് വേണ്ടോ? അത് ജീൻസ് ഊരിപ്പോവും. അപഹാസ്യനാകുന്നതിന് ഒരു പരിധിയുണ്ട്. സത്യം പറയടാ, ഇത് ആരുടെ അടിപ്പാവാടെ വള്ളി എടുത്തു
ഇയാളുടെ ബെൽറ്റ് ഞാൻ ബഹിഷ്കരിക്കുന്നു. ഇനി നീ ചോദിച്ചു വരോടാ ഈ ബെൽറ്റ് ആ ബെൽറ്റിന് ക്ലോസ് വെക്ക്. ആ ബെൽറ്റിന് ക്ലോസ് വെക്ക്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില പയ്യന്മാര് ജോക്കിയുടെ ഇട്ടോട്ട് വരും. അതെ. എലാസ്റ്റിക് മാത്രമേ കാണൂ. എന്ത് പറഞ്ഞ കൈ പോയില്ലേ ഇത്? അല്ല ഇത് 20 രൂപ 20 രൂപയുടെ വിലയില്ല. അല്ല, ഇതിനാണ് കണക്ക് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല അങ്ങനെയല്ല, ഇത് വിലക്ക് 20 രൂപയുടെ വിലയുണ്ട്, അതുകൊണ്ട് പറഞ്ഞ. ഇനി ചോദിച്ചോ അല്ല ദേ, നവീനെ വേറെ നീ സ്വന്തമായിട്ട് ബെൽറ്റ് കിട്ടിയിട്ടുണ്ടോ? അവന്റെ ബെൽറ്റ്. എന്റെ ബെൽറ്റ് വള്ളിയാണ്. അപ്പൊ എന്തായാലും ഈ ബെൽറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയാണ്, നമ്മൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ. ബെൽറ്റ് കോൺക്രീറ്റ് എന്നൊക്കെ പറഞ്ഞു. നമ്മളൊരു ബെൽറ്റ് കോൺക്രീറ്റ് ആണ് ആക്ച്വലി. നമ്മൾ നമ്മുടെ ഒരു ശക്തമായ ബന്ധം നിലനിർത്താൻ വേണ്ടി നമ്മൾ ചുറ്റിക്കെട്ടി വെക്കുന്ന ഒന്നാണ് നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്. അതിന്റെ ഭാഗമായിട്ട് വാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഗെയിം ഷോയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഗെയിം ഷോ ഇത് കുറച്ച് റിസ്ക് ഉള്ളതാണ്. സാധാരണ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ പോലെ ചേച്ചിയൊക്കെ വാരി വലിച്ചിട്ട് പോയി പെൻസിലുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്ത്, ഇത് 6 പെൻസിലല്ല, അല്ല ഇത് 600 കടലയുണ്ട്. അല്ല അത്ര വലിയ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാവും. ജീവനൊന്നും ആപത്ത് വരില്ലല്ലോ. ജീവന് ആപത്ത് വരില്ല. അത്രക്ക് വേണോ? തള്ളിയൊക്കെ വിടുക. ചോദിക്കുമ്പോ പരിപാടി എന്താ വയ്യെന്ന്. അപ്സര എന്താ സുഖാണെന്ന്? അപ്സര സുഖമാണോ? ആ സുഖമായിരിക്കുന്നത്. എന്താ വയ്യേ? അപ്പൊ പറയാം കോൾഡ്. ഒരു കാര്യം അതുവരെ ഒരു കുഴപ്പമില്ല. വയ്യെന്ന് ചോദിച്ചാ അപ്പൊ കോൾഡ്. ഈ മനുഷ്യൻ എന്തിനാ കൂളിംഗ് ഗ്ലാസ് വെച്ചത് നിങ്ങൾക്ക് അറിയാമോ? കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കും. സത്യം. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണെന്ന് അന്വേഷിച്ചിട്ട്. അല്ല അപ്സര കോൾഡ് ഉണ്ടായിരുന്നില്ല രാവിലെ? ഉണ്ട് ഉണ്ട്, നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് ഞാൻ വന്നതാ. നേരത്തെ ഗെയിം പറഞ്ഞ എങ്ങനെയാ? അടുത്ത നിങ്ങൾ ഇങ്ങനെ റിസ്ക് ഉള്ളതാണ്. അപ്സര കൊണ്ടെന്ന് വെച്ചാൽ കൈ കളിക്കട്ടെ. അപ്സര കോൾഡ് അല്ലേ? നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ പല ബന്ധങ്ങളും ഇപ്പൊ ഇവിടെ തകരും. അതെ, ഡിവോഴ്സ്. ഡിവോഴ്സ് ചെയ്യാം. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ ഒരു ഗോൾഡ് ഓ എനിക്കോ? ഞങ്ങള് റെഡി. അപ്പോ ബെൽറ്റ് ബെൽറ്റ് വരും. ഓക്കെ, നമുക്ക് ഗെയിം തുടങ്ങിയാലോ? അതായിരിക്കും നല്ലത്. പറയൂ സംഭവം അത് പറയൂ. റൂള് പറയൂ. ഇത്ര നേരം കളിയാക്കി നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ, അങ്ങോട്ട് റൂള് പറയാം. ഒരു സെക്കൻഡ്, അപ്സര കോൾഡ് ഉള്ള കാര്യം മറന്നുപോയി. ചേട്ടാടി സംഭവം അപ്പൊ അറിയാലോ അപ്സര കോളുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഗെയിം നിന്റെ ഈ ആവേശം ഇവിടെ കാണണം. ഓക്കെ, ഗെയിം ഇങ്ങോട്ട് നോക്കുന്നില്ല, നീ താല്പര്യമില്ല ഈ വശത്തേക്ക്. ഗെയിം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കളിച്ചാൽ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമില്ല, ഈ കടല പിറക്കി ഈ ഗ്ലാസ്സിൽ നിറയ്ക്കുക. അതാണ് വലിയ കാര്യം. അങ്ങനെയല്ല, നശിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തേലും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരും, ഇങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് നശിപ്പിക്കാം. ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ, അത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കൈ ഇങ്ങനെ വെക്ക. ഞാനോ? അല്ല ഞാൻ. ആ കൈ കാണിക്കേ. ഓക്കെ, ഇനി എത്ര കടല വേണോ ഇതിന്ന് പറക്കി 2 ഗ്ലാസ്സിലും നിറയ്ക്കാം. ഓ അങ്ങനെ. ഗ്ലാസ് വീഴാൻ ഗ്ലാസ് നിങ്ങൾ വെച്ചു. ഈ ഗ്ലാസ് വീഴാൻ പാടില്ല. വീണോണ്ട് കുഴപ്പമൊന്നുമില്ല, വീണാല് ഒന്നേന്ന് നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരും. അല്ല അപ്സര, ഗ്ലാസ് നിങ്ങൾ വെച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ വെക്കണം? നിങ്ങൾ തന്നെ വെക്കണം. സ്വന്തമായിട്ട് വെക്കണം. ഹൈറ്റ് വരണം. ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഓരോ താഴെ. ഏകദേശം മനസ്സിലായല്ലോ. അധികം കാണിച്ച പോകുമ്പോൾ നമ്മളെ ഇതാക്കും, പൊളിഞ്ഞു പോകും നമ്മുടെ ഗെയിം. കഷ്ടപ്പെട്ട് ഗോൾഡ് മറന്നു. എടാ ആരാ മത്സരിക്കാൻ വരുന്നത്? നവീൻ ഇറക്കൽ. ഒരു കാര്യം ഓർത്തോളൂ, അല്ലേ ഫസ്റ്റ് ഇറങ്ങല്ലേ? നേരത്തെ ഉള്ള മത്സരങ്ങൾ പോലെയല്ല, 30 സെക്കൻഡ് മാത്രമാണ്. അല്ല അതെന്ത് 30 സെക്കൻഡേ ഉള്ളൂ ചേട്ടാ. നമ്മള് സുഖമില്ലല്ലേ? നിങ്ങളെല്ലാരും ഇവന്റെ കൂട്ടാണ്. ഓക്കെ, എന്റെ കളിയാക്കണമാരെല്ലാരും സമയം നോക്കിക്കോളൂ. സ്വന്തമായിട്ട് എടുത്തൊക്കെ വെച്ചാൽ മതി. പാവല്ല ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാ. ഇനി സ്വന്തമായിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. റെഡി, 1 2 3 സ്റ്റാർട്ട്. ചെയ്യൊന്നുമില്ല. ഈ ക്ലാസ്സിൽ ആട്ടോ ഇല്ലേ? വലത്തെ കൈക്കൊരു ആട്ടം ഉണ്ട്. വലത്തെ കൈ വീണ്, വലത്തെ കൈ വീണ്, അത് ബാലൻസ് ചെയ്ത് വീഴും. വീണ് 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 വീണ്. ഇവിടെ
മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 30 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ് കഴിഞ്ഞു. കഴിഞ്ഞോ? കഴിഞ്ഞു. ആ ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിർത്തും. ഒരെണ്ണം കിട്ടില്ലേ? ഇല്ല അത് കഴിഞ്ഞെന്ന് പറഞ്ഞതിനും വിട്ടാ പോട്ടെ. പോട്ടെ. എന്തിനാണ് 2, 4, 5, 6, 7, 8, 9 എണ്ണം. Milma presents Fira Food Celebrity Kitchen Magic Season 3 powered by അമൃതവേണി KSFE, ഭീമ ജ്വൽസ്, പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്. Celebrity Kitchen Magic ന്റെ സൗന്ദര്യ റാണി ഇതാ. ഞാനാ സീരിയസ്ലി സാരി ഒരു പോവോന്നൊരു പേടി. ഇല്ല ബെൽറ്റ് ഉണ്ട് നവീന്റെ ബെൽറ്റ് ഉണ്ട്. വേണ്ട 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 ഒഴിവില്ല. എന്തിനു തയ്യാറായിക്കണേ? അതുകൊണ്ട് അഴകെട്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് സ്ത്രീ അഴകെട്ട് അവസരമോടെ കളിച്ചാൽ മതി. അല്ലല്ല അവൻ തരും, പക്ഷെ കുറച്ച് കഴിയുമ്പോ ഇതുപോലെ വിളിച്ചു അതെ നാണം കെടുത്തു. ഇപ്പൊ തുടങ്ങിയാലോ നമുക്ക്? റെഡി. സാരിയൊക്കെ മര്യാദക്ക് വെച്ചോ അല്ലെങ്കിൽ തട്ടി വീഴും. സാരി മുകളിലേക്ക് ഇങ്ങനെ സാരി അഴിഞ്ഞു പോയാലും ഞങ്ങൾ ഉണ്ട് ഇവിടെ പിടിക്കാൻ. പിടിക്കാൻ അനീഷേട്ടനും അപ്സരേഷനും ഉണ്ട്. അനീഷേട്ടാ അനിയത്തിയാന്നേ അത്ര അങ്ങോട്ട് ചേരണ്ട. നശിപ്പിച്ചത്. Okay. തുടങ്ങിയാലോ? Ready, 1, 2. Ready? 1, 2, Start. 1, 2. Now. സ്പീഡ് ചെയ്യണം. 9 മറികടക്കണം. 9 നമ്മുടെ മുമ്പിലുള്ളത് 9. അതെന്തിനെങ്കിലും എടുത്ത് പറയണത്? ഇപ്പൊ തുടങ്ങണല്ലേ? അതല്ല തുടങ്ങി നവീൻ അറക്കലിന്റെ അഹങ്കാരം തീർക്കണം. നവീൻ അറക്കലിന്റെ എനിക്കൊരു ഈ വൈകല്യം അഭികരം സംസാരിച്ച് കാറ്റ് വന്നിട്ട് നവീൻ അറക്കലിന്റെ അഹങ്കാരം. കാരണം തുടങ്ങുന്നതല്ലേ? ഒന്ന്. ആയതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. 2, വിഷ്ണുവിന്റെ ടീം ജയിക്കണം. Yes, അതാണ് എൻ്റെ അഭികരം. സ്പീഡ് സ്പീഡ് കുറച്ച് വേണ്ട സ്പീഡ്. വേണ്ട. ആ വള കൂടി ഇങ്ങോട്ട് വീണ നന്നാവും. വള വീഴട്ടെ. 5. ആയിട്ടില്ല. അയ്യോടി. ഇത്ര പെട്ടെന്നോ ഗ്ലാസ് വെക്കുന്ന സമയം തൊട്ടാണ് ഇല്ല സമ്മതിക്കില്ല. അൺഫെയർ ആയി ഞാൻ പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞിട്ട് നിർത്തിയത്. അവിടെ പറഞ്ഞു. എന്റെ അല്ല പൊന്നു സുഹൃത്ത് നിന്റെ ഇത് വീടൊക്കെ പോയില്ലേ? അപ്പൊ ഒത്തിരി സമയം പോയല്ലോ. അയ്യോ, അത് 30 സെക്കൻഡ്സ് അല്ലേ ഉള്ളൂ. 30 സെക്കൻഡ്സ് അല്ലേ ഉള്ളൂ. കുഴപ്പമില്ല ഞങ്ങൾ 12 അയ്യോടി. 6. ഇനി 69 അല്ല സോറി ദീപൻ ചേട്ടൻ. ദീപൻ. ആദ്യം 9 കടലകളാണ് നമ്മുടെ പ്രിയപ്പെട്ട നവീൻ കരസ്ഥമാക്കിയത്. അത് കഴിഞ്ഞ് വന്ന നാദിറ 6 കടല മാത്രമേ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കടലയുടെ മെയിൻ ആളാ. കടല ബ്രാൻഡ് അംബാസിഡറാ. ഇത്തവണ കര കണ്ടില്ല. കടലയുടെ കരയ്ക്ക് എത്താൻ പറ്റിയില്ല. ഇത്തവണ കടലേക്ക് കര കാണാൻ പറ്റില്ല. ഓക്കെ ഇട്ടേക്ക്. Ready, start now. 1 ready. പതുക്കെ ചെയ്ത ദീപ സമയമുണ്ട്. നിലത്തേക്ക് ഗ്ലാസ് നിലത്തേക്ക് വീഴണം. അതാണ് രസം. ടെൻഷൻ വേണ്ട. ഇളക്കങ്ങനെ ഇളക്കി ശരീരത്തെ കൊണ്ട് ഇളകട്ടെ. അതേനാ ആ മുദ്ര കറക്റ്റാണ്. മിണ്ടായി ചിന്മുദ്രയിലാണ്. അല്ല സത്യം ആ ഡാൻസിന്റെ മുദ്ര കറക്റ്റാണ്. നവീനെ മര്യാദടാ. അതാണ് കറക്റ്റ് ആ മുദ്ര പിടിക്കണ. എന്തുവാണ് ആ മറ്റേ പാവോടി അത് വിറക്കുണ്ടായിരുന്നു. ഇവ പറഞ്ഞിട്ട് പറപ്പിച്ചത്. അടിപൊളി. 30 സെക്കൻഡിന് 9 കടല പെറുക്കി. 8 കടല പെറുക്കി. തൊട്ടു താഴെ 30 സെക്കൻഡ് കൊണ്ട് 6 കടല. 6 കടല പെറുക്കി. നാട്ടിറ. ദിവ്യ 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 എങ്ങനെ കടല പെറുക്കണം കണ്ടോളൂ. Ready, start now. എടുത്തോ നേരെ നിൽക്കട്ടെ, നേരെ വേഗം പോട്ടെ. ഇല്ലല്ല ഇപ്പൊ കറക്റ്റ് അല്ലേ? പോട്ടെ. പയ്യെ കഴിഞ്ഞു 9:30. 9 ആണ്.
അവസാനത്തെ ഇത് അല്ല കയ്യിലെടുത്തു അപ്പൊ സമയം കൈ എടുത്ത് കൊടുക്കും. അല്ല ദിവ്യ ചേച്ചി ജയിച്ചു. അല്ല അനീഷേട്ടാ. അത് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇട്ടായിരുന്നു. എക്സ്ട്രാ ടൈം തന്നു. അല്ല ബീന ചേച്ചിക്ക് എന്താ പറയാനുണ്ട്? നിനക്ക് ഇത്തിരി ടൈം തന്നു. പോടാ. നീ ടൈം അനീഷേട്ടാ, എനിക്ക് ഈ game ജയിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഓക്കെ പക്ഷേ ഞാനാ വിന്നർ. നവീൻ 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 ഒരു മിനിറ്റ് നവീൻ ഇവിടെ വരൂ. അയാളുടെ ബെൽറ്റും എന്ത് നിനക്ക് സംസാരിക്കാം. ആ ബെൽറ്റ് കൊണ്ടുവരും അതൊരു കാണിക്കരുത്. കൊണ്ടു ഇനി വാ. ആ, ഇവിടെ വരൂ. വയറൊക്കെ വെളി ഞാനൊരു കാര്യം കിടക്കുക. പറയാം. തർക്കം വേണ്ട. തർക്കം വേണ്ട. ഒരു ഗെയിമിൽ തർക്കം വന്നാൽ രണ്ടുപേരും കൂടെ രണ്ടുപേരും അപ്പുറം ഇപ്പുറം കളിച്ചു. ഇവനെ അറപ്പിക്കണം. ഇത് ചിലപ്പോ ഞാൻ തോറ്റു നിൽക്കുന്നു. ഓ തോക്കും. ഒരാൾക്ക് വേണ്ടി ഞാൻ ചിലപ്പോ നവീനെ അവസരം തരുവാ. ഇപ്പൊ നമ്മൾ നോക്കേണ്ടതുള്ള ഒരേ 1 2 3 പറയുമ്പോ ഗ്ലാസ് എടുക്കുക. 1 2 3 അതെ. അപ്പൊ തൊട്ട് സമയം തുടങ്ങി. നേരത്തെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റ് ആണ്. നവീന് എന്ത് സംഭവിക്കാം? ഈ ഗ്ലാസ് എടുത്ത് എറിയാനല്ല പോകേണ്ടത്. ശരി നിൽക്കേണ്ടത് നീ ഇങ്ങനെ നിൽക്കുക. ഞാൻ ശരിയാക്കി തരാടാ. ഇല്ല ശരിയാക്കി തരാം. നവീനെ ഇപ്പൊ ശരിയാക്കി തരാം. സൗണ്ട് ഉണ്ടാക്കരുത്. അയ്യോ. ഇല്ല, ഇല്ല. കോൺസെൻട്രേഷൻ വേണം. ഓക്കേ കോൺസെൻട്രേഷൻ. ഫിനാലേക്ക് അറിയാതെ എടുത്തു പോയതാ. എടുത്ത് കളയും. ഭാവന ക്ഷമിക്കണേ. റെഡി Ready? 1 നവീനെ 2 നവീനെ ഓടാൻ 3 സ്റ്റാർട്ട്. ആൾ കുഴപ്പമില്ല. ചെയ്തു, 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 ചെയ്തു. നോ അത് ചെയ്യരുത്. കളി ചെയ്യരുത്. നോ. പറ്റും. കോൺസെൻട്രേഷൻ. അത് ശരിയല്ലേ? അത് ശരിയല്ലേ? അത് ശരിയാവണമെന്ന് അത് ചെയ്യരുത്. വിഷ്വൽ ചെയ്യരുത്. നവീൻ കളിയാക്കിക്കോ. സമയം കളിയാ. കളിയാക്കിക്കോ പറഞ്ഞോ. നവീൻ നോക്കട്ടെ. നവീൻ ക്ലാസ് പറയും. ഫാന്റസി ഇട്ടിട്ടില്ല. നവീൻ ബെൽറ്റ് പോയടാ. ബസ്സിലൊക്കെ ഓടേട്ടെ. നവീൻ ആരെങ്കിലും നവീനെ നല്ല നല്ല ക്ലാപ്സ് കൊടുക്കൂ. യെസ്. വീടോടും വാശിയോടും കൂടിയ നോർമലി നമ്മുടെ 30 സെക്കൻഡ് കൂടി 60 സെക്കൻഡ് കൊണ്ടിരിക്കുക. ഒരു മിനിറ്റ് ആണ്. ഒരു മിനിറ്റ് ഉണ്ട്. ഒരു മിനിറ്റ് ആണ്. ആ പോട്ടെ പോട്ടെ. ടൈം കൂട്ടിയിട്ടുണ്ട്. വീടോടും വാശിയോടും കൂടിയുള്ള നവീന്റെ ആ മുദ്ര. ബസ്സിലെ പോയില്ല കള്ളക്കളി കള്ളക്കളി. താഴെ പോയിട്ടില്ല. താഴെ പോയി. താഴെ പോയില്ല. താഴെ പോയില്ല. താഴെ പോയിട്ടില്ല. താഴെ പോയില്ല. അയ്യോ ഇത് കളിക്കാൻ പാടില്ല. ശരി കൗണ്ട് ചെയ്യാം. ദിവ്യ ചേച്ചി ജയിച്ചു എന്ന് തോന്നുന്നു. ഇല്ല അവൻ അവിടെ നിന്ന് എറിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വീണ ഞാൻ കണ്ടു. വാശിയും വാശിയും വൈരാഗ്യവും ഉണ്ട് എനിക്ക്. 1 2 3 4 5 6 7 8 ഓച്ചടാ. 9 10 11 12 13 14 എന്താ വിളിച്ചാ? 15 16 17 18 19 20 നിർത്തിയിരിക്കണേ. ബാക്കി എണ്ണിക്കുള്ളൂ. വേണോ? എണ്ണു. ഇത് അത്ര എത്തിയില്ല. അത്ര എത്തിയില്ല. കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ എണ്ണു 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 എണ്ണു. എന്താ ബീന ചേച്ചി? നിക്ക് 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 നിക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 കറക്റ്റാ. 13 14 15 16 17 18 19 20. മതി നമുക്ക് ആർത്തിയില്ല. 2020. No, no. 2020. അപ്പൊ രണ്ടുപേരും വീറോടും വാശിയോടും മത്സരിച്ച് ഒരേ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ കരുതും. പക്ഷേ 21 22 23 24. അടിപൊളി അടിപൊളി. കാരണം 2 പ്രാവശ്യം പോയി. 2 പ്രാവശ്യം പോയി. 3 പ്രാവശ്യം പറഞ്ഞു വീണു. കണ്ണ് പറക്കി ദിവ്യയുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. അതെ 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 അതെ. പക്ഷേ അതാണ് ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അതെ. സാധാരണ പലരും പതറിപ്പോകുന്ന സമയമാണ്. കഷ്ടം 20 ആണ്. ഉയ്യോടി വയ്യ ഇവിടെ. എന്നെ പറഞ്ഞത്
20 ഇത് 2-20. ആയിക്കോട്ടെ. നീ അവിടെ പോയി അപ്പൊ എന്തായാലും ഇത് actually ഓരോ ഞാൻ 2-3 ഒക്കെ ഒരുമിച്ച് എടുക്കണ കണ്ടായിരുന്നു. പിന്നെ ഞാൻ വിട്ടു. പിന്നെ ഇത് വളരെ വളരെ നല്ലൊരു ഗെയിമായിരുന്നു. കാരണം ഇത് ഗെയിമിന്റെ ഒരു നമ്മൾ നോർമൽ ഒരു ഗെയിം പോലെയാണ് തുടങ്ങിയെങ്കിലും ഇതൊരു വളരെ എന്താ പറയുക ഒരു രസകരമായ ഗെയിമായിരുന്നു. മാത്രമല്ല ഇതിനകത്ത് ഒരു ഇന്നർ ടെക്സ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഒരു ഇന്നർ മീനിങ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നോർമലി നമ്മൾ മത്സരത്തിൽ 2 പ്രാവശ്യം സാധാരണ ആരാണെങ്കിലും 2-3 പ്രാവശ്യം വീഴുമ്പോൾ ഒന്ന് മാനസികമായിട്ട് തളരാൻ സാധ്യതയുണ്ട്. കാരണം മറ്റേ ആൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാകും. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ദിവ്യ ചെയ്തത്. വെരി നൈസ്, ഗ്രേറ്റ്, സൂപ്പർ ആയിരുന്നു. അപ്പൊ എനിക്ക് സെക്കൻഡിന്റെ ഇവിടെ ഒന്നുമില്ല. അല്ല ദിവ്യ നിന്റെ അതിബുദ്ധി ഇതിനൊക്കെ കാരണം. അതിബുദ്ധി 2-3 പ്രാവശ്യം എറിഞ്ഞത് അതിന്റെ ഉള്ളിലോട്ട് പോണേ കണ്ടു വിഷ്ണു. അത് പറയണ്ട. അയ്യടാ അല്ലടാ ഓൾറെഡി ഞാൻ ഇതിനകത്ത് വെച്ച് വിഷ്ണുവിന് ഇതിന്ന് ഇടാൻ പറ്റുന്നില്ല. പിന്നെ അവൻ അവിടെ നിന്ന് എറിഞ്ഞു വിളിക്കുന്നത്. അവൻ അവിടെ നിന്ന് ആദ്യം എടുത്തോണ്ട് ഞാൻ നോക്കിയപ്പോ അവിടെ നിന്ന് എറിഞ്ഞോണ്ടിരിക്കണം. ഓക്കെ, എനിവേ ഈ മത്സരത്തിൽ നവീൻ സെക്കൻഡ് അല്ല ഇത്. ഈ ബാക്കി എത്രയോ പേരെ പരാജയപ്പെടുത്തിയിരിക്കും താങ്കൾ. എനിക്ക് ആ പരാജയം വേണ്ട. എനിക്ക് ദിവ്യ പറഞ്ഞാൽ മതി. കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. അത് മതി എനിക്ക്. ഒരു സെക്കൻഡ് കിട്ടുമ്പോ ഒരു മനസ്സിന് ആശ്വാസമല്ലേ? ഇനി കടല വേണമെങ്കിൽ എടുത്തോ. ഇത് വേണ്ട, എനിക്ക് വേണ്ട. അവന്റെ ഉള്ളിൽ തേങ്ങയാണ് ഇപ്പൊ. ഓക്കെ, താങ്ക് യു. ഗംഭീരം. നവീൻ നന്നായിരുന്നു. ഒരു സെക്കൻഡ് ഉണ്ട്. ബെൽറ്റ് ഇല്ലാതിരിക്കുക. അല്ല സീരിയസ്ലി നന്നായിരുന്നു. അല്ല 20 അത് 20 കൊടുക്കുന്ന പറയുന്നത് അതൊരു മോശമല്ല. അത് മസിലൊടയാതെ ഒരിക്കലും മോശമല്ല. മസിലൊടയാതെ നിന്ന പൊസിഷൻ കണ്ടോ? ഇങ്ങനെ ഒടങ്ങിയിട്ടില്ല. ജയം വരുത് നിങ്ങൾക്ക്. പക്ഷെ എന്തായാലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഇതിലൊന്നും കാര്യമില്ല കേട്ടാ. വിജയം പരാജയത്തിലൊന്നും കാര്യമില്ല. എടാ മസിൽ എവിടെ ഇരിക്കണം? അതെ. ഓക്കെ, അപ്പോ നമ്മുടെ വാമപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്ക് ചെയ്യണ്ടേ? Milma presents Fira Food Celebrity Kitchen Magic Season 3 powered by അമൃതവേണി KSFE, Bima Jewels, Pankaj Kasturi, Ortho Herb and Kerala Bank. ഹലോ, നമസ്കാരം ഗൈസ്. നല്ലൊരു ഒത്തൊരുമ അല്ലേ? അതെ അതെ. ഈ ഒരു ടീമിന്റെ രക്ഷപ്പെട്ടു പോണേ. ഇപ്പൊ എരുമയുള്ളതുകൊണ്ട് ഒരുമപ്പുറത്തും കിടക്കാം. നല്ല ഇവൻ കിടക്കുന്ന എരുമയുടെ കൂടെ, അതാണ് ആ ഓർമ്മ അവന്. അയ്യോ അല്ല. അപ്പൊ നമ്മൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ റൗണ്ട് എന്താണ്? സാലഡ് റൗണ്ട്. എനിക്ക് തോന്നുന്നു മറ്റാരും ഒരു ടീം എടുക്കാത്ത ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഒരുപാട് സമയം വേണ്ടാതെ ഞങ്ങൾക്ക് അരി വെക്കാനായിട്ട് ഏറ്റവും മടിയായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഞങ്ങൾ. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കണം, റീൽസ് കാണണം, ആൾക്കാരെ പറ്റി പരദൂഷണം പറയണം, ഗോസിപ്പ് പറയണം, 1 3 പറയണം. ചെറിയൊരു മിനി ബിഗ് ബോസ് ഇവിടെ നമുക്ക് നടത്തണം. അതെ, അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, സമയം ഒട്ടുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തീർത്തിട്ട് പോയിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് ഈ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതും ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും, പക്ഷെ ഇത് വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ തരുന്നത്. അതെ, മറ്റേത് പണ്ടത്തെ പോലെ ടൈം ഒന്നും വേണ്ടാണ്ട് പെട്ടെന്ന് നമുക്ക് നല്ല പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ്, ഒരു സാലഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കും പരീക്ഷിക്കാം. ഇനിയിപ്പം നിങ്ങൾ 4 വയസ്സായ കൊച്ചാണെങ്കിൽ പോലും പരീക്ഷിക്കാം നിങ്ങൾക്ക്. അതെ അതെ, അതുപോലത്തെ ഫുഡാണിത്. 3-ാം വയസ്സിൽ നീന്തിക്കൊണ്ടിരുന്നവളാണ് ഇവൾ. അതെ, 3-ാമത്തെ വയസ്സിൽ അച്ഛൻ എന്നെ ഓടിക്കാറുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ കൂടെ. ഓർക്കുന്നുണ്ടോ അത്? നിന്റെ അച്ഛൻ ഓടിച്ച് ഞാൻ തന്നെ ഓർക്കേണ്ടത്. ഓ, ഈ അച്ഛൻ കൗണ്ടർ പണ്ടേ. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, ഗ്യാസിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാല് ഞങ്ങളുടെ എല്ലാം നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾക്കൊന്ന് മിക്സ് ആയി കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. പക്ഷെ ആ പരിപാടി നീണ്ടു പോകണം, നിങ്ങൾക്ക് കണ്ടിട്ട് എന്റർടൈൻമെന്റ് വേണം എന്നുള്ളത് കൊണ്ട് ഞങ്ങള് നിങ്ങളെ മാക്സിമം ചളിയടിച്ച് ലാഘടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞങ്ങൾക്ക് ടൈം കുറച്ച് വേണം എന്നാണ് ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചിരുത്തി സമയം കളഞ്ഞിട്ട് ഇത് വെക്കാനാണ് പ്ലാൻ. കാരണം കംപ്ലൈന്റ് വന്നായിരുന്നു, നാദ്ര കരഞ്ഞൊരു എപ്പിസോഡ്. എന്റെ നാദ്രനെ കരയിപ്പിച്ചു നിങ്ങളല്ല, അവർ. ഇതിനെല്ലാം കൂടി ഒരു മറുപടി ആയിരിക്കും ഈ എപ്പിസോഡ് അല്ലേ? അത് ഉറപ്പായിട്ടും. അതെ, എന്ന് പറയുമ്പോഴത്തേക്ക് ടൈം എടുത്തു എന്നുള്ള പേരിലാണല്ലോ മറ്റു കണ്ടസ്റ്റൻസ് നമ്മളെ വഴക്ക് പറഞ്ഞു. നമ്മൾ പുറത്താക്കാൻ ശ്രമിച്ചത്. അവരുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം ഞങ്ങൾ ഇടും, നിങ്ങൾ അവരെ പോയിട്ട് ചീത്ത വിളിക്കുക, ഇല്ലെങ്കിൽ അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ആയി കളയുക. എല്ലാവരും
പ്രത്യേകിച്ച് നവീൻ അറക്കൽ നവീൻ അറക്കലാണ് അതിന്റെ മുന്നോടിയായിട്ടുള്ളത്. തൊട്ടപ്പുറത്തുണ്ട് സോ പിന്നെ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ബൗള് മാത്രമാണെന്നുള്ളതാണ്. ഒരു ബൗളും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെച്ച സാധനം നമ്മൾ നേരത്തെ കട്ട് ചെയ്തു. കാരണം നിങ്ങൾ പറയൂ, സമയം നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയിട്ട് നമുക്ക് പോവാല്ലേ? അതെ, ഇനി നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടോണ്ടിരിക്കണം. നിർത്തി പോയത് തീർത്തിട്ട് പോവാല്ലേ? അതെ, പാക്കപ്പ് ലൈൻ കട്ട് പറഞ്ഞു പോവാം നമുക്ക്. ആക്ഷൻ കട്ട്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാലഡിന്റെ പേര് എഗ് സാലഡ് എന്നുള്ളതാണ്. എഗ് സാലഡ്, ഹൈ പ്രോട്ടീൻ എഗ് സാലഡ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട സാരി ഉണ്ട്, സാരി എടുത്തിട്ടുണ്ട് ഞാൻ. ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. മുട്ട, അടുത്ത് പറയൂ. മുട്ട, ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, ഞാൻ എക്കോയോ, ടൊമാറ്റോ, ഓണിയൻ, കൊറിയാണ്ടർ ലീഫ്, വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ, സോൾട്ട് ഫോർ റിഫ്രഷ്മെന്റ്, ലെമൺ, എഗ് ആൻഡ് നാദിറ വിത്ത് വിഷ്ണു ജോഷി. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു എഗ് സാലഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട വസ്തു ഈ ഒരു ബൗളും നിർബന്ധമാണ്. നിർബന്ധം. പിന്നെ ഇതൊക്കെ ഇല്ലെങ്കിൽ ഈ സാരിത്തുമ്പിലിട്ട് 2 ക്യാബേജ് തുടങ്ങാം. നാദറ ക്യാരറ്റ് എടുത്തോണ്ട് ഞാൻ ക്യാബേജ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത് ഇത്ര എടുക്കണോ? നമ്മളൊരു ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ എടുക്കുക. ഇത് കുഴപ്പമില്ല, അനാവശ്യത്തിനായിക്കോളും. കാരണം ഇത് ഒരു വെജിറ്റബിൾ സാലഡ് അല്ലേ. ഇത്ര എന്തോരം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക്. അതനുസരിച്ച് ഉപ്പിടണം. അതിലാണ് നമ്മളെപ്പോഴും ഫ്ലോപ്പ്. ഉപ്പിടാൻ അറിയില്ല. നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. ഇതെടുക്കും, ഒരുപാട് ഉണ്ട്. മതി എന്ന് പറഞ്ഞാൽ നിർത്തരുത്. ആണുങ്ങളെ വാക്ക് കേൾക്കരുത് എന്നുള്ള. സ്ത്രീകൾ എപ്പോഴും മുന്നോട്ട് നിൽക്കണം. ഇതിന്റെ കമന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ തന്നെ. അടുത്ത ഓണിയൻ ഇട്ടെ. ഞാൻ ഓണിയൻ, കുക്കുംബർ. ഞാൻ സ്റ്റേറ്റ്സിലാട്ടോ പഠിച്ചത്, അതിൻ്റെയാണ് എൻ്റെ ഇംഗ്ലീഷ്. അതെ, ഇത്രയും മതിയോ? കുക്കുംബർ, that's fine. ടൊമാറ്റോ, നീ പോയി മുട്ട ലാസ്റ്റ് ഇടാം. we'll put on the മുട്ട in the last. Okay, let's do find the tomato. It's fine. You go and cut the egg and only the white stone. ഈ വൈറ്റ് ചേട്ടനോട് നമുക്ക് ഇതിന് മഞ്ഞ ആവശ്യമില്ല. താളമടി. നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞയുടെ ആവശ്യമില്ല. അതുകൊണ്ട് മഞ്ഞ ഞങ്ങൾക്ക് കഴിക്കണം. ബാക്കി വെള്ളം മാത്രം അതിനകത്ത് ഇട്ടാൽ മതി. നിർബന്ധം. എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ട്, മഞ്ഞ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത്. ഒരിക്കലും അല്ല കേട്ടോ. കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്കും ഈ പറഞ്ഞ പോലെ ഹാർട്ടിന് കൂടുതൽ പ്രശ്നങ്ങൾ, ബ്ലോക്ക് ഉള്ളവർക്കൊക്കെയാണ് മുട്ടയുടെ യോക്ക് പ്രശ്നമുള്ളത്. ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രശ്നമുള്ളത് ഏറ്റവും കൂടുതൽ ഇവളുടെ കൂടെ നിന്ന് എൻ്റെ തലയും കൂടി തിരിഞ്ഞു പോവാണ്. ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ളത് എഗ്ഗിലും എഗ് യോക്കിലുമാണ്. സോ ബെസ്റ്റാണ് അത് ആക്ച്വലി. പിന്നെ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ എഗ്ഗ് വൈറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ചുമ്മാ പറഞ്ഞേ ഉള്ളൂ അവൻ. ഇത്ര മതിയാവും നമുക്ക്? അത് മതി. കുറച്ച് സാധനമായി പോയില്ലേ? കാരണം അപ്പുറത്തുള്ളവർക്കൊക്കെ കൊടുക്കണേ. നമ്മൾ പണ്ട് ഓണത്തിന് അപ്പുറത്തൊക്കെ ഫുഡ് വാങ്ങിക്കൊടുക്കുന്ന കണക്ക് അവരൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ളതാ. നമ്മളിനി എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണമല്ലോ അഭിനയിക്കാം. മുട്ട പുഴുകണ്ട. നമുക്ക് ഇതിട്ട് കിണ്ട, അല്ലെങ്കിൽ കിണ്ടിയ ഇളകിപ്പോ. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെറുതെ ഇരിക്കുന്ന പാനിലിട്ട് കിണ്ടണം. ഈ കിണ്ടൽ വാക്ക് നിങ്ങൾ താഴെ കമന്റ് ഇടണം. കിണ്ടുക എന്നുള്ള വാക്കൊക്കെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കണതല്ലേ? കിണ്ടൽ എന്ന് പറഞ്ഞപ്പോഴേ കൊണ്ടല്ലൊരു പാട്ട് ഓർമ്മ. കടലമ്മക്ക് അറിഞ്ഞല്ലേ കൊണ്ടത് പെറ്റത്. യെസ്, ഹാവ് എ ടീ ബ്രേക്ക്. ബാക്കി ഞങ്ങൾ മുട്ട ഒഴുകിയിട്ട് വരാം. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ ഇനി മുട്ടയും കൂടി ആഡ് ചെയ്താൽ മതി. മുട്ട ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പുഴുങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വൈറ്റ് ആണ്, എഗ് വൈറ്റ്സ് ആണ് ചേർക്കുന്ന സാലഡിന്. ഈ യോക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡാണ്. പക്ഷേ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കും പിന്നെ എന്താ പറയുക, ബ്ലോക്സ് ഉള്ള ഹാർട്ട് ഡിസീസ് ആയിട്ടുള്ള ബ്ലോക്ക് ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ആക്ച്വലി യോക്കൊക്കെ. മൂക്കുരുള്ളതല്ല, ഞാൻ ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ് ഇത്. മഞ്ഞ അല്ല, മോക്കുരുള്ളൊരു മഞ്ഞ കഴിക്കാൻ പറ്റില്ലല്ലോ. അത് കുഴപ്പമൊന്നുമില്ല, നല്ല ഫാറ്റാണ്. ഫാറ്റ് കൊണ്ടാണ് ഈ മോക്കുരു വന്നതെന്നാണ് എല്ലാവരുടെ ഡൗട്ട്. ഒഴിവാക്കിയാലും വലിയ പ്രശ്നമില്ല. ഒരെണ്ണമൊക്കെ കഴിക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല. സോ യെസ്, നമുക്കത് പൊട്ടിച്ച് ഉണ്ടാക്കാം കേട്ടോ. വൈറ്റ് മാറ്റാം. ശ്രദ്ധിക്കുക, നീ വേർതിരിക്കാണ്ട് ബാക്കിയുള്ള മുട്ടയും കൂടി ഈ ഇതാക്കിയേ, സെറ്റാക്കിയേ. ഞാൻ മുട്ട തൊട്ട യോക്ക് മാറ്റിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എനിക്ക് ഇഷ്ടപ്പെടും. നീ അല്ലേ തൊടുന്നത്? വേണ്ട ചായ, എനിക്ക് മുട്ട അരിയുന്നത് കാണണം. കാരണം ഇത് ഇത്രയും വെജിറ്റബിൾസ് ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതല്ലേ അത്. എന്ത് മുട്ട അരിയുന്നത്? എന്ത് മുട്ട? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇവന് പണ്ട് ദുബായിൽ പണി ഉണ്ടായിരുന്നു മുട്ടരിയിൽ. അതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക്. പണ്ട് ദുബായിൽ ഷെയ്ഖന്മാരുടെ ഒട്ടകത്തിന്റെ മുട്ടരിയിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം വിഷ്ണു മുട്ട കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ബാക്കി വന്ന മഞ്ഞ, പിന്നെ അതിൻ്റെ കുറച്ച് വെള്ള തന്നെ
അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇട്ട്. ഫുഡിന്റെ മുമ്പിൽ നിന്ന് കഴിക്കല്ലോ കേട്ടോ. ഫുഡ് ഫുഡിന്റെ മുമ്പിൽ നിന്ന് കഴിക്കല്ലോ നമ്മളത്. കഴിച്ചു തുടങ്ങിയില്ല ഞാൻ. ദൈവമേ. അല്ല എനിക്ക് പ്രശ്നമില്ല. വൈറ്റ് പെപ്പർ നമ്മളെ കമന്റ്സിൽ ചീത്ത വിളിക്കും. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ അറിയാലോ. പിന്നെന്താ, നിനക്ക് വേണ്ടല്ലോ. വേണടാ, എന്നിട്ട് മാറി നമുക്ക് കഴിക്കാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ബീനജി സമ്മതിക്കണില്ല. യെസ് ഗൈസ്, നമ്മൾ അരിഞ്ഞു വെച്ച എഗ്ഗ് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യുവാണ്. താഴെ വെക്കും. ഇപ്പോൾ കണ്ടല്ലോ സ്ത്രീ വിരുദ്ധത പറഞ്ഞത്. എന്നിട്ട് ഞാൻ വിഷ്ണുവിന് ഒരു പണി കൊടുക്കാം. വിഷ്ണു ഈ നാരങ്ങ അരിയണം. എനിക്ക് സത്യം പറഞ്ഞാൽ അരിയാൻ ഇഷ്ടമേ അല്ല. പെട്ടെന്ന് എടുത്ത ഉടനെ അടുത്ത പണി തരാന്ന് പറഞ്ഞ പോലെയാണ്. അതെ, ഈ അരിയൽ പരിപാടിയൊക്കെ വിഷ്ണു ചെയ്തോളും. അപ്പൊ ഇവർ ചോദിക്കും, നേരത്തെ നീ പറഞ്ഞാൽ നീ അല്ലേ വെജിറ്റബിൾ അരിഞ്ഞത്? സത്യമാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അരിഞ്ഞു. ഏത് വെജിറ്റബിൾ? ഇതൊക്കെ ഇവിടുത്തെ ചേട്ടന്മാര് സഹായിച്ചു എന്നെ. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, ഇത് ഇനി മിക്സ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ സ്നേഹത്തോടെ തലോടുക എന്നുള്ളതാണ്. ഓക്കെ, നാദ്ര സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതെ, ഫീസ് ഒന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞു. ഇതൊന്ന് മിക്സ് ആക്കിയേ. ശ്രദ്ധിച്ച് മിക്സ് ആക്കണം. നല്ലപോലെ ചെയ്യടി അങ്ങോട്ട്. അങ്ങനെ ഇവൻ പറയുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട അവസാനം ഒഴുകും ഇതിൽ കിടന്ന്. വളരെ ലൈറ്റായിട്ട് മുട്ട അറിയരുത് മുട്ടയെ തൊട്ടു എന്നുള്ളത്. നാരങ്ങേരി ശിവമണിയാ. നാരങ്ങല്ല, നീ വൈറ്റ് പെപ്പർ, നമുക്കിനി കുറച്ച് വൈറ്റ് പെപ്പർ ആഡ് ചെയ്യാം, ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാം, സോൾട്ട് ആഡ് ചെയ്യണം. ഇത് ബ്ലാക്കാ. ആദ്യം ഉപ്പി തുടങ്ങാം. യൂട്യൂബിൽ എന്താ കാണിച്ചത്? യൂട്യൂബിൽ കാണിച്ച ആദ്യം ഉപ്പാണ്. ഇല്ല, വൈറ്റ് ആണോ? ബുദ്ധിയുണ്ട് അവന്. ഇതിന് എത്രയാ? അത്രക്കില്ല, അല്ലെങ്കിൽ അവളുടെ ടീം ചെയ്യാൻ വരും. കുറച്ചെടുത്താൽ മതി, അത്രയും വേണ്ട. മതി. ഇവരാരും മതി എന്ന് പറഞ്ഞാൽ നിർത്തരുത്, നമ്മൾ ഒന്നും കൂടെ ഉപ്പ് ഇടണം. അപ്പൊ നമ്മുടെ ഇവളാണ് ആ ഉപ്പ് ഇട്ടിട്ട് ഏത് ഡിഷ് അറിഞ്ഞത്? അവിയല് ഉപ്പ് കൂടി. ഇത് ബ്ലാക്ക് പെപ്പർ. അത്ര വേണ്ട, കുറച്ച് മതി. ഇട്ട് നോക്കിയിട്ട് സ്പ്രെഡ്. കുറച്ചുകൂടെ മതി. കുറച്ച് ഉപ്പ്. ഇത് സോൾട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇട്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടാലോ. മതി. ഇനി നാരങ്ങ ഞാൻ അതൊന്ന് മിക്സ് ആക്കും. മിക്സ് ആക്കുമ്പോഴത്തേക്കും ഞാനൊരു ലൈം അരിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ജ്യൂസ് ഒഴിക്കാം. അതിൻ്റെ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും നാരങ്ങയിൽ നിന്ന്. ഓക്കെ, എന്തൊക്കെയായിരിക്കണത്? തെയ്യലെന്നുള്ളി കളിക്കണം മനുഷ്യ. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച്. ഞാൻ പറഞ്ഞില്ലേ, മുട്ട അറിയരുത് മുട്ട ഞാൻ തൊട്ടുവന്ന്. നമുക്ക് നാരങ്ങ ചോദിക്കാം. മതി, ഒരുപാട് വേണ്ട. ഒന്ന് ഇനി മിക്സ് ആക്കി. പക്ഷെ നാരങ്ങ യൂട്യൂബിൽ കാണിച്ച ഒന്ന് ഫുൾ ഇട്ടെന്നുള്ളതാ. ആദ്യം ഇത് ഉണ്ടാക്ക്, എന്നിട്ട് നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. അവരപ്പുറത്ത് പറയാനുണ്ട് സ്നേഹൂട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വിസിബിൾ ആണ്. അത് വിസിബിൾ ആണ്. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്ത്. ഉപയോഗിക്കാത്തൊരു സ്പൂൺ എടുത്ത് നമുക്കത് ഉപയോഗിച്ച് ടേസ്റ്റ് ചെയ്യാം. അതിന്റെ ഫ്രണ്ടിൽ തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്യും. എന്നെ കൂടി കൂട്ടുപ്രതിയാക്കാനുള്ള പ്ലാനല്ലേ? ആദ്യം ഗണപതിക്ക് വിജയ് സ്റ്റൈൽ. എന്താ ബ്ലാക്ക് പെപ്പർ വെച്ച് കൂടിപ്പോയി. ആണോ? പേടിപ്പിച്ച് ഞാൻ ഉപ്പൊന്ന് സെറ്റ് ആയിട്ടുണ്ട് കാഴ്ച. Milma presents Fira Food Celebrity Kitchen Magic Season 3, powered by Amritaveni, KSFE, Bima Jewels, Pankaj Kasturi, Ortho Herb and Kerala Bank. Vishnu, Nadra. Yes.
യെസ് സർ. അല്ല പ്രസന്റ് സാർ എന്താ ഇത്? എഗ് സാലഡ്. എഗ് ഉണ്ടോ അതിനകത്ത്? അല്ല ചോദിച്ചോ, അതുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരു കോൺസെപ്റ്റ് ചോദിക്കട്ടെ. സി ഫിറ്റ്നസ് കാലറി മൊത്തം ഞങ്ങൾക്ക് എതിരാണ് കേട്ടോ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതിനല്ല സി ഒരു പ്രത്യേകിച്ച് അപ്സര ഒരു ഫിറ്റ്നസ് പേഴ്സണാലിറ്റി ഫസ്റ്റ് ചൂസ് ചെയ്യുന്നതും അഡ്വൈസ് ചെയ്യുന്നതും നാട്ടുകാരെ പഠിപ്പിക്കുന്നതും എല്ലാം സാലഡ് കഴിക്കണം, ഇറച്ചി കഴിക്കണം എന്നൊക്കെയല്ലേ. അപ്പം ഒരു എഗ് സാലഡ് എന്ന് പറയുമ്പോൾ സാലഡ് കൊണ്ടുവയ്ക്കുമ്പോൾ ആദ്യം എൻ്റെ കണ്ണിൽ പെടേണ്ട എന്താണ്? എഗ്. അല്ലേ, കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? No. പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്പർ 1 എഗ് സാലഡ്. ഒരു കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതെ. ഞങ്ങൾ അതുകൊണ്ട് എക്സ്ക്യൂസ് ആയതുകൊണ്ട് പറയുന്നില്ല. അതാണ് നോ മോർ എക്സ്ക്യൂസ്. നാട്ടിലെ പുല്ലും വൈക്കോലും ഒക്കെ നിരത്തി വെച്ച സാലഡ്. അതെ, അതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. എന്തോ പറ്റി? ക്വാണ്ടിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയപ്പോ കുറവായിരുന്നു. ആ സ്ഥലം സാലഡ് മതിയല്ലോ, ഇതിന് ഒരുപാട് ബൗൾ ഉണ്ടായിരുന്നില്ല അതിന് പറ്റിയ. പാത്രം. എഗ് സാലഡ് എന്തിനാ നാരങ്ങ? അതൊന്ന് റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പിഴിഞ്ഞൊഴിച്ചതാ. എടോ, ഒന്ന് യു ആർ എ ഹെൽത്ത് ഡയറ്റീഷ്യൻ. എല്ലാരും ഫിസിക്കൽ ട്രെയിനർ. വീടിനടുത്ത് വേറെ കട തുടങ്ങി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ടേബിളിലേക്ക് വരുന്ന സാധനങ്ങൾ നമ്മൾക്ക് അപ്പീലിംഗ് ആണോ എന്നുള്ളത് മാത്രമാണ്. ഇത് നമ്മൾക്ക് അപ്പീലിംഗ് ആണോ, ഇത് നമ്മൾ എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്ത് കഴിക്കേണ്ട സാധനമാണ്. ഇത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡിബിൾ ഫീലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പറയുമില്ല എന്ന് പറയും. എഡിബിൾ ഫീലിംഗ് എന്ന് പറഞ്ഞു ഒരു കഴിഞ്ഞാൽ ഉടായിപ്പിന്റെ കഴിക്കാൻ ഉസ്താദാ. പറ്റുന്ന ഒരു ഫീൽ. കാഴ്ചയിൽ അപ്രോച്ചിങ് എന്നാണോ? പക്ഷെ മൊത്തത്തിൽ പുള്ളി ടിസ്റ്റാണ്. ഇതിന്റെ വെയിറ്റ് ചെയ്തത്. എക്സ്ക്യൂസ് മീ, Yeah. നല്ല ടേസ്റ്റ്. അതിൽ മുട്ടയുണ്ട് അപ്സര, കളയല്ലേ, കിട്ടൂല ഇനിയിപ്പോ. കേരള വേൾഡിൽ തന്നെ എഗ്ഗ് വെച്ചാണ് ഏറ്റവും കൂടുതൽ സാലഡ്സ് ഉണ്ടാക്കുന്നത്, ചിക്കനെക്കാട്ടിയും കൂടുതൽ. ഏതാ? എഗ്ഗ് വെച്ചാണ് കൂടുതൽ സാലഡ്സ് വരുന്നത്. എന്നിട്ടത് വളരെ സിമ്പിളായിട്ടൊരു സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുക്കുംബർ ഇല്ലെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇതെല്ലാം കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുമ്പോൾ ഒരു ഇംഗ്ലീഷ് നോട്ടിൽ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കഴിവതും സാലഡ്സിനകത്ത് അണിയൻസ് ഇല്ലായിരിക്കുന്നത്. കേരള സ്റ്റൈൽ സാലഡ്സ് ഉണ്ട്, ഗ്രീൻ സാലഡ് നമുക്ക് നടന്ന് അടിക്കാനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന സാലഡ്സ് ഉണ്ട്. അതിനകത്ത് എപ്പോഴും അണിയനും ടൊമാറ്റോ ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. അതുപോലെ അവർ പ്ലേറ്റ് ചെയ്ത് തരുന്നതാണ്, നല്ല രസമായിരിക്കും അല്ലേ. താങ്ക് യു. വെൽക്കം. നാദർക്ക് എന്തോ പറയാനുണ്ട്? വേണ്ട, ഉണ്ടാക്കിയതിനെ പറ്റി നാദർക്ക് ഒരു പറയാനുണ്ട്. അല്ല, സ്ഥിരം പറയുന്ന ഡയലോഗാ. ഞങ്ങൾ എത്രയും എക്സ്പീരിയൻസ് ഉണ്ടാക്കി, ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്. ഇതാണോ പറയാനുള്ളത്? ഞങ്ങൾ അല്ല, 700 എപ്പിസോഡൊക്കെ ആകുമ്പോൾ ഒരു സാലഡ് എന്ന് പറയുന്നത് ഒരു പച്ചയ്ക്കുള്ള സാധനം അല്ലെ, ഗ്രീൻ അല്ലെ, ഫ്രൂട്ട് സാലഡ്സ് ഉണ്ട്, വെജിറ്റബിൾ സാലഡ്സ് ഉണ്ട്, ഏതാണൊക്കെ ചിക്കൻ സാലഡ്സ് ഉണ്ട്, അതേപോലെ ഒരുപാട് ലഗൂൺ സാലഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സാലഡ്സ് നമ്മളെ ഇതുണ്ട്. വെറും മുളപ്പിച്ച പയറും അതും ഇതുമെല്ലാം വെച്ച് സ്പ്രൗട്ട് സാലഡ്സ് ഉണ്ട്. അത് പ്രസൻറ്റ് ചെയ്ത് ചുമ്മാ കഴിക്കുക. അപ്പം എഡിബിളാക്കണം. എഡിബിളാക്കുന്ന എങ്ങനെ? ആൾക്കാർക്ക് അത് എടുക്കുമ്പോൾ കഴിക്കുമ്പം ഇത് പച്ചയായതുകൊണ്ട് അപ്പീനിയാക്കണം. ബാൾസമിക് വിനീഗർ ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ, അതേപോലെയാണ് ആപ്പിൾ സിഡർ വിനീഗർ, ഇതെല്ലാം ജനറലി അവൈലബിളും കൂടാണ്. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് സാലഡ്സ് ചെയ്യാം. നാദിറ വേറെ ഏത് ഡിഷ് ചെയ്താലും കുഴപ്പമില്ല. സാലഡ്സ് ഇസ് വെരി സിമ്പിൾ. 2 ഉള്ളിയും തക്കാളിയും അരിഞ്ഞു വെച്ചാൽ തന്നെ അത് സാലഡാണ്. എന്നിട്ട് അതിനെ കേരള സാലഡ് എന്ന് വിളിക്കാം. വിളിച്ചൂടെ? അപ്പോൾ നമുക്ക് അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടിപൊളി. ആ മഞ്ചൽ എല്ലാം കൊണ്ട് നിർത്തല്ലോ പോപ്പുലർ. നാദരയ്ക്ക് വിഷയമുള്ള മഞ്ചൽ വന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങ് പോയോ? ഇനിയുണ്ടല്ലോ. കുക്കിംഗ് ടൈം എടുക്കുന്ന ഇവരാ. അയ്യോ പാവ, അത് പറയരുത്. സീരിയസ് ആയിട്ട് പക്ഷെ ഇന്ന് ഒരിക്കലും ടൈം എടുത്തിട്ടില്ല. കൈരളി ചാനലിലെ കേക്ക് തുറക്കുന്നേ ഇവരാ. ലാസ്റ്റ് കുക്ക് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നത് ഇവരാ. ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് സാലഡ്. ഒരു കുക്കുംബർ എടുത്തിട്ടാണെങ്കിൽ പോലും ചുറ്റിയിൽ വെച്ച് അടിച്ച് അതിനകത്തൊരു ബാൽസമിക് വിനീഗർ ഒഴിച്ച് ഇച്ചിരി സോൾട്ട് ഇട്ട് അതുപോലെ ഒരു സാലഡാണ്. അതൊരു ഒരു നല്ല സാലഡാണ്. ഇംഗ്ലീഷ് കുക്കുംബർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. വെൽക്കം ബാക്ക് ടു ബിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി കെ സഫി, ഭീമ ജുവൽസ്, പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്. എങ്ങനെയുണ്ട് സാലഡ് ചെയ്തിട്ട്?
ഒരു ക്ഷീണം പോലെ മോശം. സിമ്പിൾ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് ഞങ്ങൾക്ക് തന്നെ എത്തണം. ആ, രണ്ട് കൂട്ടർ വിഭവം തയ്യാറായി കഴിഞ്ഞു. ഇനി രണ്ട് കൂട്ടർ കൂടി തയ്യാറാക്കാനുണ്ട്. ഫസ്റ്റ് ഓൾറെഡി പറയുകയും ചെയ്തു. സെക്കൻഡിന് വേണ്ടിയുള്ള മത്സരമാണ് ഇനി. അപ്പോ ഒന്നാമതിനെ തോൽപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നാമതായിട്ട് ഉണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി. ദീപൻ വെറുതെ ട്രൈ ചെയ്യാം. പിടിച്ചു നോക്കാം നമ്മൾ. ഓക്കെ. അപ്പോ വീരോടും വാശിയോടും കൂടിയുള്ള അടുത്ത മത്സരത്തിന് വേണ്ടി നമുക്ക് കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും. ഇന്ന് തൽക്കാലം യാത്ര പറയാനുള്ള സമയമായി. നമുക്കറിയാം സമയവും കാലവും ആർക്കും വേണ്ടി കാത്തിരിക്കില്ല. ഇന്ന് യാത്ര പറയാനുള്ള സമയമായിരിക്കാണ്. ഇന്നത്തെ വിഭവങ്ങൾ നമ്മൾ ഒരുക്കിയ കളികളാണെങ്കിലും തമാശകളാണെങ്കിലും ചെയ്ത വിഭവങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായ വിശ്വാസം നമുക്ക് യാത്ര പറയണ്ടേ? അതെ. ഓക്കെ. അപ്പോ നാളെ രാത്രി വീണ്ടും കാണാം. അതുവരേക്കും ചാച്ചാ. Crockery partner Minolta, AC and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.